രേഖാചിത്രം സിനിമ റിലീസായതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി മൂവീസ്. ബദൽ ചരിത്രം, ഇതര ചരിത്രം എന്നൊക്കെയാണ് മലയാളത്തിൽ ഇതിനെ വിളിക്കുക. യഥാർത്ഥ ചരിത്ര സംഭവങ്ങളിലേക്ക് ഫിക്ഷൻ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി മൂവീസ് ഉണ്ടാകാറ്. ചരിത്രം വളച്ചൊടിച്ച സിനിമകൾ എന്ന പേരിൽ 3 വർഷം മുമ്പ് ഈ വിഷയത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. മുമ്പത്തെ എപ്പിസോഡിൽ കാണ്ഡഹാർ സിനിമയിൽ ഹൈജാക്കേഴ്സ് രക്ഷപ്പെടുന്നതും പഴശ്ശിരാജയുടെ മരണവും കാലാപാനി സിനിമയിൽ നടന്ന ചരിത്ര ഇവന്റുകളെ കുറിച്ചുമൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചത്. ആ വീഡിയോയുടെ 2ാം ഭാഗമാണിത്. ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി മൂവിക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് 2000-ൽ കമൽ ഹാസൻ എഴുതി സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ഹേ റാം എന്ന സിനിമ. കമൽ ഹാസനോടൊപ്പം ഷാറൂഖ് ഖാൻ, റാണി മുഖർജി, നാസർ, നസറുദ്ദീൻ ഷാ തുടങ്ങിയവരെല്ലാം തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും അതിനെ തുടർന്നുണ്ടാകുന്ന വർഗീയ ലഹളകളും ഗാന്ധിവധവുമാണ് സിനിമയിൽ കാണിച്ച യഥാർത്ഥ ചരിത്രങ്ങൾ. ഈ യഥാർത്ഥ സംഭവങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഫിക്ഷണൽ കഥാപാത്രമായിട്ടാണ് കമൽ ഹാസൻ അവതരിപ്പിച്ച സാക്കേത് റാം എന്ന കഥാപാത്രത്തെ കാണിക്കുന്നത്. 1946 ആഗസ്റ്റ് 16-ന് മുഹമ്മദ് അലി ജിന്നയുടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുക എന്ന ആഹ്വാനവുമായി പ്രഖ്യാപിച്ച ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ നിന്നുമാണ് ചിത്രത്തിന്റെ പ്രധാന കഥ ആരംഭിക്കുന്നത്. ആ ഒരു ലഹളയിൽ കമൽ ഹാസന്റെ ഭാര്യ അതിക്രൂരമായി കൊല്ലപ്പെടുകയും അതിന് പകരം വീട്ടുകയും ചെയ്യുന്നു എന്ന ഫിക്ഷനാണ് ആദ്യം കാണിക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് അതുൽ കുൽക്കർണി അവതരിപ്പിച്ച ശ്രീറാം അഭയങ്കർ എന്ന കഥാപാത്രം കമൽ ഹാസന്റെ കഥാപാത്രത്തെ ഹിന്ദുത്വ എന്ന ആശയത്തിലേക്ക് ക്ഷണിക്കുന്നു. അതിനുവേണ്ടി സവർക്കർ എഴുതിയ ഏതൊരു പുസ്തകം കമൽ ഹാസന് കൈമാറുന്നുണ്ട്. എഴുത്തുകാരന്റെ പേര് വീർ സ എന്ന് പറയുന്നിടത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ശ്രീറാം എന്ന ആ ഒരു കഥാപാത്രത്തിന് സവർക്കറിന്റെയും ഗോൾവാർക്കറിന്റെയും എല്ലാം ലുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിവധത്തിലും സവർക്കർ വിചാരണ നേരിട്ടിരുന്നു. അഭയങ്കറും സംഘവും സാക്കേത് റാമിനെ ഗാന്ധിജിയെ കൊല്ലുക എന്ന മനസ്ഥിതിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങളുടെ റെഫറൻസുകൾ സിനിമയിൽ പറയുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ഹിന്ദുത്വ തീവ്രവാദികളായ നാഥുറാം ഗോഡ്സെയും സംഘവും ഗാന്ധിജിയെ കൊല്ലാൻ വരുന്ന യഥാർത്ഥ സംഭവം സിനിമയിൽ കാണിക്കുന്നുണ്ട്. കമൽ ഹാസന്റെ ഫിക്ഷണൽ കഥാപാത്രമായ സാക്കേത് റാമും നാഥുറാം ഗോഡ്സെയും ഒരുമിച്ച് വരുന്ന ഒരുപാട് സംഭവങ്ങൾ സിനിമയിൽ പറയുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഗോഡ്സെ താമസിച്ച ഹോട്ടൽ മറീനയിൽ തന്നെയാണ് കമൽ ഹാസന്റെ കഥാപാത്രവും താമസിക്കുന്നത്. ഒരേ സമയത്ത് തന്നെയാണ് ഗോഡ്സെയുടെയും സാക്കേത് റാമിന്റെയും ആദ്യ ഗാന്ധി വധശ്രമം പാളുന്നത്. പിന്നീട് സാക്കേത് റാം മാനസാന്തരപ്പെട്ട് ഗാന്ധിയെ കണ്ട് മാപ്പ് ചോദിക്കാൻ വരുന്നിടത്താണ് ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുന്ന യഥാർത്ഥ സംഭവവും സാക്കേത് റാമിന് ഗാന്ധിയെ രക്ഷിക്കാൻ കഴിയാതിരിക്കുന്ന ഫിക്ഷണൽ സംഭവം ഒരുമിച്ച് കാണിക്കുന്നത്. കൊല്ലപ്പെടുമ്പോൾ ഗാന്ധിജി ഹേറാം എന്ന് വിളിക്കുന്ന സംഭവമൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. സിനിമയിൽ പ്രസന്റ് കാലഘട്ടത്തിൽ ബാബരി മസ്ജിദ് പ്രശ്നങ്ങളും ലഹളയും കാണിക്കുന്നുമുണ്ട്. ഈ യഥാർത്ഥ സംഭവങ്ങളിലേക്ക് ഫിക്ഷണൽ കഥകൾ ചേർത്തുകൊണ്ട് ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ് കമൽ ഹാസൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്നും ഇന്ത്യയെ കാർന്നു തിന്നുന്ന മതവർഗീയതക്കെതിരെയാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയിൽ മറ്റൊരു സിനിമയും വന്നിട്ടുണ്ട്. 2023-ൽ രാജ്കുമാർ സന്തോഷി സംവിധാനം ചെയ്ത ഗാന്ധി ഗോഡ്സെ എക് യുദ്ധ എന്ന സിനിമ. ഗോഡ്സെ ഉതിർത്ത വെടി ഗാന്ധിജി കേൾക്കുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലെത്തിയ ഗാന്ധിജി രക്ഷപ്പെട്ടു. കോൺഗ്രസ് പിരിച്ചുവിടാനായി ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഗ്രാമവികസനത്തിനായി ഇറങ്ങുന്നു. ഗോഡ്സെക്ക് ഗാന്ധിജി മാപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് ജയിലിലെത്തുകയും അവരുടെ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ആ സിനിമ പറയുന്നത്. ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ന ഒരു ഇതര ചരിത്രമാണ് സിനിമ പറയുന്നത്. ഗോഡ്സെ ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നതും. ഇതര ചരിത്രം പറഞ്ഞ് പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയാണ് 2022-ൽ SS രാജമൗലി സംവിധാനം ചെയ്ത RRR. സിനിമയിൽ 2 യഥാർത്ഥ വ്യക്തികളെയാണ് NTR ജൂനിയറും രാം ചരണും അവതരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ധീരമരണം വരിച്ച ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര പോരാളിയാണ് അല്ലൂരി സീതാരാമരാജ്. വനം കൊള്ളയടിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസികളെ ചേർത്തുകൊണ്ടുള്ള സായുധ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. 1922-24 കാലഘട്ടങ്ങളിലെ റാംബ കലാപം എന്നാണ് അതറിയപ്പെടുന്നത്. 26-ാം വയസ്സിലാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നത്. ആ ഒരു വ്യക്തിയുടെ പേരാണ് രാം ചരണിന്റെ കഥാപാത്രത്തിന് ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ അതുപോലെയുള്ള വസ്ത്രത്തിലാണ് രാം ചരണിനെ ക്ലൈമാക്സിൽ കാണിക്കുന്നതും. NTR ജൂനിയർ അവതരിപ്പിച്ച കഥാപാത്രവും ഒരു യഥാർത്ഥ വ്യക്തിയാണ്. 1930-കളിൽ ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്യുന്ന ഹൈദരാബാദ് നൈസാമുകൾക്കെതിരെ കലാപം നടത്തിയ കോമരം ഭീം. അദ്ദേഹത്തിന്റെ ജൽ ജംഗിൾ ജമീൻ എന്ന
സ്ലോഗൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പതാകയും സിനിമയിൽ ഉപയോഗിച്ചതായി കാണാം. ഈ സിനിമയിലെ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്തെന്നാൽ ഇവർ രണ്ടുപേരും ഒരിക്കലും തന്നെ ഒരുമിച്ച് വന്നവരല്ല. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരാണ്. എന്നാൽ സിനിമയിൽ രാജമൗലി ഒരു ഫിക്ഷനിലൂടെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. രണ്ടുപേരുടെയും പോരാട്ടത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ കഥ തയ്യാറാക്കിയത്. എന്നാലും കഥ മുഴുവനായിട്ടും ഫിക്ഷനാണ്. ദുൽഖർ സൽമാൻ ചിത്രം ലക്കി ഭാസ്കറും ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയാണ് പറയുന്നത്. 1992 ഹർഷദ് മെഹ്ത സ്കാമും അതുമായി ബന്ധപ്പെട്ട കഥയുമാണ് ചിത്രം പറയുന്നതെങ്കിലും ആ ഒരു ചരിത്രത്തിൽ ഇല്ലാത്ത ഭാസ്കർ എന്ന കഥാപാത്രത്തെ ഫിക്ഷനിലൂടെ കൂട്ടിച്ചേർത്തതാണ്. ഹർഷദ് മെഹ്തയെ യഥാർത്ഥത്തിൽ ഒരുപാട് ബാങ്കർമാർ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സഹായിച്ച് അവരെയും കബളിപ്പിച്ച് കോടികൾ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രം എന്നത് ഫിക്ഷനാണ്. ചരിത്രവും ഫിക്ഷനും ഒരുമിച്ച് പറയുന്ന മറ്റൊരു സിനിമയാണ് 2011 സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഉറുമി എന്ന ചിത്രം. ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ, നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും. ആ ഒരു സിനിമയിൽ ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ പറയുന്നുണ്ട്. വാസ്കോഡ് ഗാമയുടെ രണ്ടാമത്തെ വരവിലാണ് ചിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ വാസ്കോഡ് ഗാമ കേരള ജനതയോട് കാണിച്ച ക്രൂരതകളെല്ലാം തന്നെ വ്യക്തമായി സിനിമയിൽ പറയുന്നുണ്ട്. വാസ്കോഡ് ഗാമയും മകനായ എസ്റ്റാവിയോ ഡിഗാമയുമാണ് സിനിമയിൽ കാണിച്ച യഥാർത്ഥ വ്യക്തികൾ. മറ്റുള്ള പല കഥാപാത്രങ്ങളും ഫിക്ഷനാണ്. പക്ഷെ അവരെല്ലാം തന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് യഥാർത്ഥ വ്യക്തികളിൽ നിന്നും തന്നെയാണ്. സിനിമയിൽ കാണിച്ചിരിക്കുന്ന രാജാക്കന്മാരുടെ വംശമെല്ലാം തന്നെ യഥാർത്ഥമാണ്. സാമൂതിരിമാരും അറക്കൽ, ചിറക്കൽ തുടങ്ങിയവെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ളതാണ്. എന്നാൽ അവയിൽ കാണിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ് ഫിക്ഷൻ. ചിറക്കൽ, കേളു, കൊത്തുവാൾ, അറക്കൽ, ആയിഷ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഫിക്ഷനാണ്. വാസ്കോഡ് ഗാമ കപ്പലുകൾ ആക്രമിച്ച് കൊള്ളയടിച്ചതും സാമൂതിരി അയച്ച ദൂതന്റെ ചെവി മുറിച്ചതെല്ലാം യഥാർത്ഥമായ കാര്യങ്ങളാണ്. തലയിൽ തുന്നിച്ചേർത്തു ലോകം മഹാനെന്ന് വാഴ്ത്തുന്ന നാവികൻ. അവർ ഭരണം പിടിച്ചെടുക്കുന്നതെല്ലാം തന്നെ യഥാർത്ഥമായ കാര്യങ്ങളാണ്. ഗാമയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ അവസാനം നടത്തിയ ആക്രമണങ്ങളെല്ലാം തന്നെ ഫിക്ഷനാണ്. 1524 മലേറിയ ബാധിച്ചാണ് ഗാമ മരണപ്പെടുന്നത്. ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു ഗാമയെ അടക്കം ചെയ്തത്. 1880 ശരീരാവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഫിക്ഷണൽ കഥാപാത്രങ്ങളിലൂടെ ചരിത്രം വ്യക്തമായി പറയുന്ന മലയാളത്തിലെ മികച്ചൊരു ചിത്രമാണ് ഉറുമി. രണ്ടാം ലോക മഹായുദ്ധം തോറ്റതോടെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്നാൽ ഒരു കൂട്ടം ജൂതന്മാരായ അമേരിക്കൻ പട്ടാളക്കാർ ഹിറ്റ്ലറെ കൊലപ്പെടുത്തുന്ന സിനിമയുണ്ട്. 2009 ക്വിന്റിൻ ടാരന്റിനോ സംവിധാനം ചെയ്ത ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്ന സിനിമ. അതുപോലെ തന്നെ ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധം ജയിക്കുന്നതായിട്ടും ലോകം തന്നെ കീഴടക്കുന്നതുമായിട്ടുള്ള സിനിമയുമുണ്ട്. 1994 ഫാദർലാൻഡ് എന്ന സിനിമ. ദിലീപ് അഭിനയിച്ച കമ്മാര സംഭവം എന്ന സിനിമ പറയുന്നത് ഒരു ചരിത്ര സംഭവത്തെ വളച്ചൊടിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാമെന്നാണ്. ഇതുപോലെ ചരിത്രം മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച സിനിമകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.